ഹായ് ഹലോ, ഞാൻ സോന. ഞാൻ ഇൻസ്റ്റയിൽ റീലൊക്കെ ചെയ്യുന്നുണ്ടപ്പോഴത്തേക്ക് 2-3 പേര് എന്നോട് വന്ന് ചോദിച്ചു, നിനക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്തുകൂടെ, ഗെറ്റ് റെഡ് വിത്ത് മീ ചെയ്തുകൂടെ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ച് ആ 2-3 പേർക്ക് വേണ്ടിയിട്ടെങ്കിലും എനിക്ക് ആ വീഡിയോ ഒന്ന് ചെയ്യണം എന്നെനിക്ക് തോന്നി. അവരെന്തായാലും ചോദിച്ചതല്ലേ, അതുകൊണ്ട് ചെയ്തേക്കാന്നങ്ങ് വിചാരിച്ച്. രാവിലെ ഞാൻ എഴുന്നേറ്റു. രാവിലെ ആ വീഡിയോ ഒക്കെ മിസ്സായിട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു പ്ലാൻ വന്നത്. രാവിലെ എഴുന്നേറ്റ് ഞാൻ അമ്മയുടെ കുറച്ച് തല്ലുകൂടി, പിന്നെ കുറച്ച് ജോലിയെല്ലാം കഴിഞ്ഞ് ഞാനൊരു റീൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഒന്ന് റെഡിയായി എല്ലാം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറയുന്നത്, ബാ നമുക്ക് പേരമ്മയുടെ വീട് വരെ പോകാമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ പണ്ട് തൊട്ടേ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന സ്ഥലമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാനായിട്ട്. അവിടെ കായലും പുഴയും അങ്ങനെ ഭയങ്കര അടിപൊളി വൈബ് സ്ഥലമാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ റെഡിയായി ബോട്ടയിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ളിടം തൊട്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ വീഡിയോ. തൽക്കാലം നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന വീഡിയോ നമ്മൾ ബോട്ടിൽ ചെന്ന് ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കണ്ടത്. ഇതേപോലെ ചെറിയ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ നടന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് എത്തുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് കണ്ടമാണ്, ഇപ്പുറത്തെ വലിയ ആറുമാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ആ കുഞ്ഞ് സ്ഥലത്തൂടെ നടക്കുന്നത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുഞ്ഞിലെ നടന്ന് നല്ല ശീലമുണ്ട്, എങ്കിൽ ഈ പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നുണ്ടൊരു പേടി. നമ്മൾ നടന്ന് പേരമ്മയുടെ വീട് എത്താൻ വേണ്ടി പോകുന്നു. അങ്ങനെ നേരെ ചെന്ന് കയറി ഒരു ജ്യൂസും കുടിച്ചു. പിന്നെ ഈ കാണുന്ന സാധനവും തിന്നു. എന്താ സാധനം എന്ന് എനിക്കറിയില്ല, പക്ഷെ കൊള്ളായിരുന്നു. ഞാൻ അതും കഴിച്ചിട്ട് അവരുടെ വീടിൻ്റെ പുറകോട്ട് ഞാനിങ്ങനെ നോക്കിയപ്പം എന്ത് രസമാണ് കാണാൻ. നോക്കിയേ, നല്ല രസമാണ്. ഇത് കണ്ടമാണേ, കണ്ടത്തിൽ വെള്ളം കയറി കിടക്കുന്ന. ഈ കാണുന്നതാണ് തൂമ്പ്. ഇവിടെ നമ്മൾ മീൻ പിടിക്കാറൊക്കെ ഉണ്ട്. ഒരു വള്ളത്തിൽ തീർച്ചയായിട്ടും വെള്ളം തുഴഞ്ഞ് വരുന്നതുണ്ട. അതാരാന്നൊന്നും എനിക്കറിയില്ലേ. നേരം പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് അകത്ത് കയറിയപ്പം കണ്ണാടിയിൽ ഞാൻ ചേട്ടൻ പോയി കൊഞ്ച് വാങ്ങിച്ചോണ്ട് വന്ന് കടിച്ചങ്ങനെ പോവോ എന്തോ. കൊഞ്ചിനൊരു ഇതുണ്ട്. മറിച്ച് കൊഞ്ച് വാ വെട്ടും. എന്റെ സൂര്യാക്കേ, അത് നോക്കിയമ്മേ. അങ്ങനെ സൂര്യനെ നമുക്ക് വേണ്ടിയിട്ടുള്ള കൊഞ്ച് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അല്ല, തോളിക്കാണ് ഗൈസ്. കൊഞ്ചെല്ലാം കഴുകി വൃത്തിയാക്കി കുട്ടപ്പനായിട്ടിരിപ്പുണ്ട്. കുട്ടപ്പനാക്കി വെച്ച്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കൂട്ടന്മാർ ചട്ടിയിൽ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ അടുത്ത അടുപ്പിൽ നമ്മൾ ചെമ്മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുട്ടൻ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് ഫ്രൈ ചെയ്താൽ കേട്ടോ കൂടുതൽ ഇഷ്ടം. നല്ല സ്മെല്ലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹൈ പറ. നമ്മളിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈയിട്ട് വാരി തിന്നരുത് നമ്മ പറഞ്ഞാലും തിന്നുന്ന എത്ര പേരുണ്ട്. ഞാൻ അങ്ങനെ തിന്നുന്ന കൂട്ടത്തില. കണ്ട അടിപൊളി. എന്തിയവാ അവസാനം നമ്മുടെ ചെമ്മീൻ വറുത്ത് കഴിഞ്ഞാട്ടാ. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ കൊഞ്ചും ഇപ്പം ചെമ്മീനും ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വറുത്ത് വന്നപ്പോൾ കുഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന കൊഞ്ചെന്ന് പറഞ്ഞാൽ വെറുതെ അപമാനിക്കണ്ടല്ലോ. കൊഞ്ചാകുമ്പം വലുതല്ലേ, ചെമ്മീൻ കുഞ്ഞതല്ലേ. അങ്ങനെയാണ് ഞാൻ ചെമ്മീൻ തന്നെ ആക്കിയത് കേട്ടോ ലാസ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ മീൻ വറുത്തിട്ട് ആ എണ്ണയ്ക്കകത്ത് ആ അരപ്പിൻ്റെ അകത്ത് കുറച്ച് ചോറിട്ട് പുരട്ടി തിന്നാത്ത ആരൊക്കെയുണ്ട്? അങ്ങനെ തിന്നിട്ടുള്ളവരാരൊക്കെയുണ്ട്? സ്റ്റിൽ അങ്ങനെ ഇപ്പോഴും കഴിക്കുന്നവരാരൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞേ. ഇതാണ് ഗൈസ് നമ്മുടെ ചോറ്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണേ. നല്ല ചെമ്മീൻ ഫ്രൈയും ചെമ്മീൻ കറിയും കുറച്ച് ചാറ് കറിയും മീനിൻ്റെ അരപ്പ് വെച്ച് പുരട്ടിയ ചോറും ഉണ്ട്, പുരട്ടാത്ത ഇച്ചിരി ചോറും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെ പിടി വായിലോട്ട് പോകുന്നു. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. എനിക്കാണെങ്കിൽ ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അത് ചെമ്മീൻ ഫ്രൈയും കൂടെ ആണെങ്കിൽ ഒന്നും പറയാനില്ല. എന്തൊരു ടേസ്റ്റാണ്. അപ്പോഴേക്കും നെല്ലിപ്പുളി ഉപ്പിലിട്ടത് വന്നു. അങ്ങനെ ചോറ് കഴിച്ച് വയറ് ഫുള്ളായതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. സൂപ്പർ. ഇനിയാണ് നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളത്. പപ്പരയ്ക്ക് നെല്ലിപ്പുളിയൊക്കെ എടുക്കുന്ന സമയമാണേ. ഇത് ഇവിടെ പോയാൽ സ്ഥിരം അങ്ങനെ തന്നു വിടുന്നത്. എന്നെ വീഡിയോയിലൊന്നും എടുക്കല്ലേ എൻ്റെ സോനാന്ന് പറഞ്ഞ് സുശീലാമ്മ പപ്പരയ്ക്ക് തൂത്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നെല്ലിപ്പുളി പറിക്കാനും പോയി. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ എനിക്ക് പേരമ്മയുടെ വീട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ റീസൺ. എന്തൊരു രസമാണ് നോക്ക്. ഇവിടെ ഇങ്ങനെ നിന്നാൽ നല്ല കാറ്റൊക്കെ അവിടെ. ഇതാണ് നമ്മുടെ നെല്ലിപ്പുളി മരം. ഒരുപാട് പിടിച്ചിപ്പുണ്ട്. ഇപ്പം നെല്ലിപ്പുളിയുടെ സീസൺ ആയതുകൊണ്ട്
സുശീലാമ്മ നമുക്ക് വേണ്ടത് നെല്ലിപ്പുളി കുറച്ചുകൊണ്ടിരിക്കുക. എന്തുമാത്രമാണ് പിടിച്ച് നിൽക്കുന്നത് നോക്ക്. ചില സമയത്ത് നല്ല കൊല പോലെ കുറേ നിൽക്കുന്നത് കാണാം. ഇതിപ്പോൾ കുറേയൊക്കെ താഴെ വീണ് പോയിട്ടുണ്ട്. ഇതിപ്പോൾ അല്ലാത്ത ഇപ്പോൾ കാണിക്കുന്നത്. എന്നാലും കുറേ ഉണ്ട് കേട്ടോ ഇതിൽ. ഇത് നോക്കി തൊട്ടടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു ഒരുത്തൻ. എനിക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നെല്ലിപ്പുളിയുടെ സീസൺ ആണെങ്കിൽ ദൈവമേ ഇതൊരു കൊന്നിന് ഞാൻ തിന്നിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം നെല്ലിപ്പുളി. കുരു തിന്നാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലേ. അത് ചവച്ചേര് ചിലപ്പോൾ എങ്ങനെ കിളുത്താൻ പറയാ. ആരാണ്ടരെയും വയറ്റി കിടന്ന് ഇങ്ങനെ ഏതാണ്ട് കിളുത്തെന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ വെറുതെ ഇരുന്ന് തിന്നണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കഷ്ടപ്പെട്ട് തിന്നാന്ന് ഞാൻ പുളിമരത്തെ കയറി നെല്ലിപ്പുളി പറിക്കാൻ പോവാം. പൊക്കമുള്ളത് കൊണ്ട് എത്തുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല പൊക്കം. അതുകൊണ്ട് എളുപ്പം എത്തി പറിക്കാൻ പറ്റും എനിക്ക്. അങ്ങനെ കിട്ടി. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ പറിച്ച നെല്ലിപ്പുളി ഞാൻ തിന്നാൻ പോവാം. അയ്യോടാ, അത് കുറച്ച് പുളിയും ഉണ്ടായിരുന്നു, എന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെ. അങ്ങനെ സൂപ്പർ എന്ന് പറയുക. ഞാൻ തന്നെ പറിച്ചതാണല്ലോ, നല്ല വിളഞ്ഞു തരുന്നത്. എൻ്റെ ക്യാമറമാൻ. ഇത് സൂര്യാക്കയുടെ ഐഡിയ ആണ് ഗൈസ്. നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം നെല്ലിപ്പുളി എന്ന് വെച്ച്. പിന്നെ ഒന്നും നോക്കിയില്ല, അതേ അങ്ങ് എടുത്ത്. അങ്ങനെ നെല്ലിപ്പുളി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ആളെ കിട്ടി. പപ്പായ, നല്ല പഴുത്ത പപ്പായ. പുറകെ നിന്ന് അമ്മയും കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി നേരം അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ബോട്ടിൽ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് 2 പേര് വന്ന് ബമ്പർച്ചിരയിലെ കൊച്ചല്ലേന്ന് ചോദിച്ചു. ഭയങ്കര സന്തോഷം അവർക്ക് എന്നെ കണ്ടപ്പം. അങ്ങനെ അവരുമായിട്ട് സെൽഫിയൊക്കെ എടുത്ത് ഞാനും ഹാപ്പി, അവരും ഹാപ്പി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കുറ്റമോ കുറവോ നല്ലതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് പരിഹരിക്കാം. ടാറ്റാ.